എന്താ മോളെ? എന്തു പറ്റി? മോൾ ആരെയും നോക്കുന്നേ? ഒന്നുമില്ല അച്ഛാ. ആ വാ. അല്ല, ആരായി വരുന്നത്? നമസ്കാരം സ്വാമി. നമസ്കാരം. എത്ര കാലമായി മഹേശ്വര തന്നെ ഈ വഴി കണ്ടിട്ട്? സത്യമാണ് സ്വാമി, ജീവിതം തന്നെ താറുമാറായി പോയ അവസ്ഥയിൽ ഒരിടവേള സംഭവിച്ചതാ. ചില നിമിത്തങ്ങൾ വീണ്ടും എന്നെ ഇവിടേക്ക് എത്തിച്ചു. എല്ലാം ഒടുവിൽ എത്തേണ്ടടുത്ത് തന്നെ എത്തിച്ചേരും. അതെ. എന്താ കുട്ടി, മനസ്സൊന്ന് പതറിപ്പോയോ? സാരമില്ല, മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ എന്തും തരുന്ന മൂർത്തിയാ. അല്ല, എന്താ ഇപ്പോഴത്തെ ഈ വരവിന്റെ ലക്ഷ്യം? സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന തന്നെ. തൊഴുതു വരൂ, ഞാൻ മുറിയിലുണ്ടാവും. അല്ല, കുട്ടിയുടെ പേരെന്തായിരുന്നു? സ്വാതി. നക്ഷത്രം? ചോതി. തടസ്സങ്ങൾ കാണുന്നുണ്ട്. കഠിന പ്രാർത്ഥനകൾ നടത്തിയേ പറ്റൂ. എന്നാലും ഉറപ്പില്ല. ശ്രമിക്കാം, അത്ര തന്നെ. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിച്ചു വരൂ. എന്താ സ്വാമി പറഞ്ഞതിന്റെ അർത്ഥം? അവർക്ക് കുട്ടികളുണ്ടാവില്ലേ? ഒന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനി. അമ്പലത്തിൽ ഒരു നല്ല കാര്യത്തിന് വരുമ്പോഴെങ്കിലും നിന്റെ കുശുമ്പൊന്ന് കുറച്ചുകൂടെ. വാ, അപ്പുറത്ത് തൊഴുതിട്ട് വരാം. കുടുംബത്തിലെ സ്ത്രീകൾ ഭക്തിയോടെ വിളക്ക് തെളിയിച്ച് അനുഗ്രഹം വാങ്ങുന്ന കീഴ്വഴക്കമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. മാലതി മരിച്ചതിന് ശേഷം നിങ്ങളാരും ഇതുവഴി വരാറുമില്ല, പൂജാതി കർമ്മങ്ങളൊന്നും നടത്താറുമില്ല. അതിന്റെ അനർത്ഥങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ ഇപ്പോഴുണ്ടായതെല്ലാം. സ്വാമിക്കറിയാലോ, മാലതിയുടെ മരണം ഞങ്ങൾ ആകെ തകർത്ത് കളഞ്ഞതാ. ഒന്നിനോടൊരു സന്തോഷമോ ജീവിതത്തോട് ഒരു താല്പര്യമോ ഇല്ലാതെയാ എല്ലാവരും ആ സമയത്ത് കഴിഞ്ഞത്. അതാ ഒന്നിനും ഒരു അടുക്കും ചിട്ടയില്ലാതെ വീട് മൂശാട്ട പിടിച്ചത്. ഒക്കെ മാറും. കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾ ഇവിടെ വന്ന് വിളക്ക് തെളിയിക്കണം. ഇപ്പോ നിങ്ങളുടെ കുടുംബത്തിലെ ചോതി നക്ഷത്രക്കാരിക്കാ അതിനുള്ള യോഗം. കുട്ടിയല്ലേ അത്? അതെ. മോള് വേണം അത് ചെയ്യാൻ. നേരത്തെ ഇതേ ആവശ്യം പറഞ്ഞ് മറ്റൊരു പെൺകുട്ടിയും ഇവിടെ വന്നിരുന്നു. ആ കുട്ടിയും ഈ കുടുംബത്തിലെ ആണെന്നാണല്ലോ പറഞ്ഞത്.
വന്നോളൂ, നമുക്ക് കാവിലേക്ക് പോകാം. ഇതാ ഞാൻ പറഞ്ഞ ആ കുട്ടി. ഇവളോ? ഇവളാ എന്റെ മാലതി ഇല്ലാതാക്കിയത്. എന്താടി, നിന്നോട് ആരാ ഇവിടെ വിളക്കളിക്കാൻ പറഞ്ഞത്? ഞങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീകൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലമായത്. ഇതിനകത്ത് കയറാൻ ആരാ നിനക്ക് അനുവാദം തന്നത്? അച്ഛാ, എന്തിനാ അച്ഛാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ശാന്തമായി പ്രാർത്ഥിക്കേണ്ട സ്ഥലമല്ലേ ക്ഷേത്രം. ഇവിടെ വന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ശരിയാണോ? നിങ്ങളിവിടെ പ്രാർത്ഥിക്കാനല്ലേ വന്നത്? ഞാനും ഇവിടെ അതിന് തന്നെയാ വന്നത്. നിനക്ക് പ്രാർത്ഥിക്കാനും ദീപം തെളിയിക്കാനുള്ള സ്ഥലമല്ല ഇത്. അമ്മ ദീപം തെളിയിച്ചിരുന്ന കാവാ ഇത്. ഇവിടെ നീ കാലുകുത്തിയാ ഇതിന്റെ പവിത്രത നഷ്ടപ്പെടും. ഇറങ്ങി പോവാനാ നിന്നോട് പറഞ്ഞത്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാനിപ്പോ വളരെ ശാന്തമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം ലൊക്കേഷനിൽ വെച്ച് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ നീ ഉണ്ടാക്കിയ കോലാഹലങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. അടി കൊടുത്ത് ഇവിടെ ഇറക്കി വിടണം, അതാ വേണ്ടത്. തർക്കം വേണ്ട. കുടുംബത്തിലെ സ്ത്രീകൾക്ക് വിളക്ക് കൊളുത്താൻ അവകാശമുള്ള കാവാ ഇത്. അതുപോലെ തന്നെ വിശ്വാസമുള്ള ആർക്കും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാം. വിളക്ക് കൊളുത്തി നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നോ അത് സത്യമാവുക തന്നെ ചെയ്യും. ദേവിയുടെ നക്ഷത്രത്തിൽ ഒരു പെൺകുഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിൽ ജനിക്കും. ആ കുഞ്ഞിന്റെ ജനനത്തോടെ എല്ലാ പ്രശ്നങ്ങളും മാറും. പക്ഷേ അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഇനി നിങ്ങൾ വിളക്ക് തെളിയിച്ചോളൂ. പ്രാർത്ഥനകളും പൂജകളുമെല്ലാം നിങ്ങൾ തന്നെ സ്വയം ചെയ്തു തീർക്കണം. ഇന്നേക്ക് 7 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ ഒരു പൂജ നടത്തണം.
സന്താന ഗോപാല മന്ത്രം 1008 തവണ ഉരുക്കഴിച്ച് ഗോപാല വിഗ്രഹം അവിടെ സ്ഥാപിക്കണം. അതിൽ 21 ദിവസം പാലഭിഷേകം നടത്തണം. അതിനുശേഷം വിഗ്രഹങ്ങൾ ഈ നടക്കൽ സമർപ്പിക്കണം. ഒരു തടസ്സവും കൂടാതെ വേണം പൂജ ചെയ്യാൻ. ദേവിയുടെ പൂർണ്ണ അനുഗ്രഹത്താൽ ജനിക്കുന്ന കുഞ്ഞ് ആ വീടിന്റെ ഐശ്വര്യമായി മാറും. ഇവിടുത്തെ പ്രതിഷ്ഠാ മഹോത്സവത്തിന് ആദ്യം ദീപം തെളിയിക്കേണ്ടത് ആ മാതാവായിരിക്കണം. എന്റെ ദേവി, ആ കുഞ്ഞ് എന്റെ വയറ്റിൽ തന്നെ ആദ്യം ജനിക്കണേ. ഇന്നേക്ക് 7-ാം നാൾ ആ പൂജ നടത്തണം. പോയി വരും. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും. ഒന്ന് നിന്നേ. എന്താ നിന്റെ ഉദ്ദേശം? നീ ഇപ്പൊ പ്രാർത്ഥിച്ച അതേ കാര്യം പറയാൻ തന്നെയാ ഞാനും വന്നത്. ദേവിയുടെ നക്ഷത്രത്തിൽ ഒരു കുഞ്ഞ്, അതിനെ പ്രസവിക്കുന്നത് ഈ ഞാനായിരിക്കും. നീ എത്ര സന്താനഗോപാല മന്ത്രം ജപിച്ചാലും പൂജ നടത്തിയാലും നിനക്കൊരു കുഞ്ഞു ജനിക്കാൻ പോകുന്നില്ല. എന്നുവെച്ച് നിന്റെ പ്രാർത്ഥന മുടക്കണ്ട, അത് നടക്കട്ടെ. പക്ഷേ നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പൂജ നടത്തിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല സ്വാതി. നീ എന്താ പറഞ്ഞത്? എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന്? എടി, ഈശ്വരന്റെ അനുഗ്രഹം ഓരോരുത്തർക്കും കുട്ടികൾ ഉണ്ടാവുന്നത്. അല്ല, എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറയാൻ ദൈവം നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ? മറ്റൊരാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവരുതെന്ന് മനസ്സ് കൊണ്ടുപോലും വിചാരിക്കുന്നത് കൊടിയ പാവോ, അതും ഇതുപോലൊരു ക്ഷേത്ര നടയിൽ വെച്ച്. അയ്യോ, അതിന് ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല സ്വാതി. അന്ന് ആ അപകടത്തിൽ വെച്ച് ആശുപത്രിയിൽ കിടന്നപ്പോ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് നിന്റെ ഭർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? സ്വകാര്യമായിരിക്കുമ്പോ ഭർത്താവിനോടൊന്ന് ചോദിച്ചു നോക്ക്, എന്താ സംഭവിച്ചതെന്ന്. വിശദമാക്കി തരും നിന്റെ ഭർത്താവ്. സ്വാതി, എന്തിനാ നീ ആവശ്യമില്ലാതെ ഇവളോട് സംസാരിക്കാൻ നിൽക്കുന്നേ? വാ, നമുക്ക് പോകാൻ വരട്ടെ. ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ മറച്ചു വെക്കുന്നത് ശരിയാണോ നീൽ? വീട്ടിലെത്തുമ്പോ സ്വാതിയുടെ സംശയങ്ങൾക്ക് ഒരു മറുപടി കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ ഈ ജന്മം മുഴുവൻ ഇവള് വെറുതെ പൂജയും വഴിപാടുമായിട്ട് നടക്കും. ഏട്ടനെന്താ ഒരു വലിയ ആലോചന? ഏയ്, നാളെ രാവിലെ വീണ്ടും ലൊക്കേഷനിലേക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോ എനിക്കെന്തോ ഒരു സമാധാനമില്ല. സ്വാതി, അവളുടെ മുന്നിൽ നീ മാപ്പ് പറയുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എല്ലാവർക്കും മുന്നിൽ താൻ നാണം കെടും. ചുറ്റിന് നിന്ന് ആളുകൾ തന്നെ പരിഹാസത്തോടെ നോക്കുന്നത്, അത് ഞാൻ എങ്ങനെ സഹിക്കും സ്വാതി?
അത് സാരമില്ല ഏട്ടാ. ഏട്ടന് വേണ്ടിയല്ലേ, ഞാനത് സന്തോഷത്തോടെ ചെയ്തോളാം. പക്ഷേ ഇപ്പോഴും എനിക്ക് ഉറപ്പുണ്ടേട്ടാ, അവളെ ജയിക്കാൻ എനിക്ക് കഴിയും. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. സമയമാകുമ്പോ ഈശ്വരന്മാര് തന്നെ അത് മുമ്പിൽ തെളിയിച്ചു തരും. അവളുടെ മുന്നിൽ തോൽക്കാൻ അമ്മയുടെ ആത്മാവ് നമ്മളെ അനുവദിക്കോ? ഏട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ഏട്ടന്റെ സ്വാതി അവൾക്ക് മുന്നിൽ ജയിക്കും. ലൊക്കേഷനിൽ നാളെ ഒരു അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും. എന്തായി ബോബിച്ചായ, എല്ലാരും എത്തിയോ? നായിക എപ്പോഴേ എത്തി. അപ്പോ നായകനോ? ഇപ്പൊ എത്തും സാർ. ആ, പിന്നൊരു കാര്യം, ഇന്ന് വല്ല വഴക്കോ കോലാഹലോ എന്തെങ്കിലും ഉണ്ടായാൽ എന്റെ തനി സ്വഭാവം എല്ലാരും കാണും, പറഞ്ഞേക്കാം. ആ സീനും എടുക്ക് സാർ. കിഷോറെ, ആ ഏരിയയിലെ ഫ്രെയിം വെക്കേണ്ടത് ഒന്ന് നോക്കിയത്. ഞാനിപ്പോ വരാം. ഗുഡ് മോർണിംഗ് സർ. ആ, ഗുഡ് മോർണിംഗ് വൈദേഹി. ഇരിക്കൂ. എനിക്ക് കുട്ടിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ സർ? നീല് മാപ്പ് പറയാൻ സമ്മതിച്ചിട്ടില്ലേ? സമ്മതിച്ചു സർ. അവരെന്നെ കാണാൻ വരികയും ചെയ്തു. എന്നിട്ട് നീല് മാപ്പ് പറഞ്ഞോ? കഥയിലൊരു ചെറിയ മാറ്റമുണ്ട് സർ. എന്ത് മാറ്റം? ഇവിടെ ഈ സെറ്റിൽ വെച്ച് എല്ലാവരുടെയും മുമ്പിൽ പരസ്യമായി മാപ്പ് പറയുന്നത് നീലല്ല, പിന്നാരാ? സ്വാതി, അയാളുടെ ഭാര്യ. ഭർത്താവിന് വേണ്ടി ഭാര്യ മാപ്പ് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതവര് സമ്മതിക്കുകയും ചെയ്തു. അതിന് തന്നെ അടിച്ചത് നീലല്ലേ? പിന്നെന്തിനാ സ്വാതി മാപ്പ് പറയുന്നത്? അതിനൊരു കാരണമുണ്ട് സർ. നീലൊരു ഹീറോ അല്ലേ? അയാൾ എന്നോട് പരസ്യമായി മാപ്പ് പറയുന്ന കാര്യം പത്രത്തിലെങ്ങാനും വന്നാ, ചാനലുകാരെങ്ങാനും അറിഞ്ഞാ അതയാൾക്ക് നാണക്കേടല്ലേ? എന്നവർ തന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷെ എനിക്കിത് മനസ്സിലായി. ഞാനും ഒരു ആർട്ടിസ്റ്റ് അല്ലേ. അതുകൊണ്ട് ഭർത്താവിന് വേണ്ടി ഭാര്യ മാപ്പ് പറഞ്ഞാൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞു. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എന്നെ അതിലേക്ക് വലിച്ചെടുക്കരുത്. എന്ന് പറഞ്ഞാ മാപ്പ് പറയുന്നിടത്തേക്ക് എന്നെ വിളിക്കരുതെന്ന് മനസ്സിലായല്ലോ? ശരി സാർ. ഓക്കെ, വാ വാ. അപ്പൊ എങ്ങനെയാ, മാപ്പ് പറയുകയല്ലേ? തോറ്റു തൊപ്പിയിട്ട് എന്റെ മുമ്പിൽ നിങ്ങളിങ്ങനെ വന്ന് നിൽക്കുമ്പോ എന്റെ സന്തോഷം എത്ര വലുതാന്നറിയോ? തോൽവിയും ജയവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാടി. തോൽവിയുടെ മറുപുറത്ത് എപ്പോഴും ഒരു മഹാവിജയം കാത്തിരിപ്പുണ്ട്. ഞാൻ മാപ്പ് പറയുന്നതേ എന്റെ ഭർത്താവിന് വേണ്ടിയാ. അതിൽ എനിക്ക് അഭിമാനമുള്ളൂ. അപ്പോ മാപ്പ് പറഞ്ഞിട്ട് നമ്മളങ്ങ് തുടങ്ങുമല്ലേ? രണ്ട് വാക്ക് പറയുന്ന കാര്യമല്ലേ ഉള്ളൂ ബോബിച്ചായ. പോയി എല്ലാരും ഒന്ന് വിളിച്ചിട്ട് വാ. ആദ്യം തന്നെ ആ ജോലി നമുക്കങ്ങ് തീർത്തേക്കാം. അത് ഞാൻ ഏറ്റു.
അതെ, എനിക്ക് നിങ്ങളോടെല്ലാരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട്. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തമ്മിൽ ഒരു ശത്രുതയും പാടില്ല. മിനിമം ഈ ലൊക്കേഷനിലെങ്കിലും. മാഡം, എന്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാൻ മാപ്പ് പറയുന്നത്. പക്ഷേ എന്റെ മരണം വരെ ഇവൾ എന്റെ ശത്രു തന്നെയായിരിക്കും. സ്വാതിക്ക് മാത്രമല്ല, നീ എനിക്കും ശത്രു തന്നെയാ. സ്വാതി, വാ. ദേ, എല്ലാം ഒരു മയത്തിൽ വേണം. ഡയറക്ടർ ആകെ ചൂടില്ല, അത് മറക്കണ്ട.